ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറുടെ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവാൻ തുടങ്ങുക. അപ്പോൾ എല്ലാം വീഡിയോസെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതല്ലാണ്ട് നിങ്ങൾക്ക് ഒരു പേഴ്സണലായി റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷേ അത് നിങ്ങളുടെ എനർജി നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് അവിടെ മെസ്സേജസ് റീഡിങ്ങിൽ കാണാം. അപ്പോൾ സാജിറ്റേറിയസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് സ്ട്രെങ്ത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജിയാണ് എംപറർ. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ഈ സമയത്ത് 5 of Swords. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് King of Cups. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 8 of Wands. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് Ace of Wands. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇൻറ്റൻഷൻ സ്റ്റാർ. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ ലവേഴ്സ്. നിങ്ങളുടെ പേഴ്സണിൻ്റെ സൈഡിന് ഫ്യൂച്ചർ ആക്ഷൻ ഹൈറോഫാന്റ്. അപ്പോൾ സാജിറ്റേറിയസ് ഞാനിവിടെ കാണുന്നത് നിങ്ങളുടെയാണ്. സ്ട്രെങ്ത് ഓവറോൾ എനർജി നിങ്ങളുടെയാണ്. അപ്പോൾ ഇത് ഇന്നർ സ്ട്രെങ്ത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറയണത്. ഈ സമയം കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കും നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ കുറേ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്തിനെയാണ് ടാപ്പ് ചെയ്യണത്. കുറേ പേഷ്യൻ്റ്ലി ഈ സിറ്റുവേഷൻ്റെ കൂടെ നിങ്ങൾ ഡീൽ ചെയ്യാൻ നോക്കണം. ആൻഡ് എന്തെങ്കിലും ഒരു ബോൾഡ് സ്റ്റെപ്പ് എടുക്കണം വെച്ചാലും നിങ്ങൾക്ക് ആ ഇന്നർ സ്ട്രെങ്ത്തിൻ്റെ ആവശ്യമുണ്ട്. ആൻഡ് അത് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് ടാപ്പ് ചെയ്യുന്നുണ്ട് ഈ മാസം. നിങ്ങളുടെ പേഴ്സണൽ എനർജി എംപറർ ആണ്. ഇത് ഏരീസ് എനർജിയാണ്. ആൻഡ് സ്ട്രെങ്ത് ലിയോ എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൺ കുറേ ഒരു സ്ട്രക്ചേർഡ് ഡിസിപ്ലിൻ കുറച്ചൊരു ട്രഡീഷണൽ ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. ചില കേസസിൽ എംപറർ മാരീഡും ആവാം. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ 5 of Swords ആണ്. അപ്പോൾ കുറേ നെഗറ്റീവ് എനർജി ഉണ്ട് ഇവിടെ. മേ ബി ഇത് നിങ്ങൾ രണ്ടാളുടെയും തമ്മിലായിരിക്കും ഈ റിലേഷൻഷിപ്പ് കുറച്ച് നെഗറ്റീവ് ആയിരിക്കാം. ഓറെൽസ് വേറെ ആൾക്കാർ ഈ റിലേഷൻഷിപ്പിനെ സാബോട്ടാജ് ചെയ്യാൻ അവർ ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു എനർജി ആവാം. അപ്പോൾ ഈ സ്ട്രെങ്ത് ഇവിടെ എന്താണ്? 6 of Pentacles ഉണ്ട് ഇവിടെ ആൻഡ് 2 of Wands. നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ എംപറർ എന്താണ്? King of Pentacles. Ten of Cups. കറന്റ് സിറ്റുവേഷനിൽ 5 of Swords എന്താണ്? 9 of Pentacles ആൻഡ് 2 of Cups. അപ്പോൾ കറന്റ് സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് ഇവിടെ രണ്ടാളുടെയും ഇടയ്ക്ക് കുറേ ലവ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഈ സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞ മാതിരി വേറെ ആൾക്കാർ ഈ റിലേഷൻഷിപ്പിനെ സാബോട്ടാജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. നിങ്ങളുടെ എനർജി 2 of Wands 6 of Pentacles ആണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഈ സമയത്ത് കുറേ ഇംബാലൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ കുറേ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്തിനെ ടാപ്പ് ചെയ്യണത്. ഇംബാലൻസ് വെച്ചാൽ മേ ബി നിങ്ങൾ എഫേർട്ട് ഇടുണ്ടാവും, നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിന് അത്ര എഫേർട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഒരു ക്രോസ് റോഡ്സിലാണ്. ആക്ച്വലി നിങ്ങൾക്ക് അറിയില്ല ഈ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മുമ്പോട്ട് പോവോ ഇല്ല എന്ന്. അപ്പോൾ നിങ്ങൾ ആ ഒരു വെയിറ്റിംഗ് എനർജിയിലാണ്. എന്താ വേണ്ടതെന്ന് ഫ്യൂച്ചർ പ്ലാനിങ് ചെയ്യേണ്ട നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി King of Pentacles, 10 of Cups ഉണ്ട് എംപററുടെ കൂടെ.
അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, പക്ഷെ അവർക്ക് നിങ്ങളുടെ കൂടെയാണ് ഒരു ഫ്യൂച്ചർ വേണ്ടത്. അവർക്ക് നിങ്ങളുടെ കൂടെയാണ് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് വേണ്ടത്. നിങ്ങളും ഈ പേഴ്സൺ വർക്കിൻ്റെ ത്രൂ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കിങ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. നിങ്ങൾ ഈ പേഴ്സണെ ട്രൂലി ലവ് ചെയ്യുന്നുണ്ട്. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് 8 ഓഫ് വോൺസ് ആണ്. ഇവിടെ ഇവരും അത്ര തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കെയർ ചെയ്യുന്നുണ്ട്. കുറേ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഫ്ലേർട്ടിങ് എനർജി ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ കിങ് ഓഫ് കപ്സ് എനർജി? നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാച്ചാലും അത് ഇപ്പോൾ നിങ്ങൾ സ്റ്റെബിലിറ്റിയുടെ ഡയറക്ഷനിലേക്കാണ് പോണത്. ഇവിടെ ഞാൻ ഒരു ബ്യൂട്ടിഫുൾ എനർജിയാണ് കാണുന്നത്, ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പാണ് കാണുന്നത്. ഈ പേഴ്സൻ്റെ എനർജിയിലും ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട്. അവരും നിങ്ങളുടെ കൂടെ ഒരു പുതിയ ബിഗിനിങ് അവർക്ക് വേണം. അവർ വേറെ ആരുടെയോ കൂടെ ഇൻവോൾവ് ആണെന്ന് വെച്ചാൽ അവർക്ക് അത് എൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ് ആയിട്ട് വരണം എന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഏസ് ഓഫ് വോൺസ് ആണ്. ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് വേണം നിങ്ങൾക്ക് ഇവിടെ, ഒരു പുതിയ സ്റ്റാർട്ട്. ഈ പേഴ്സൻ്റെ എനർജിയിൽ സ്റ്റാർ, എക്വേരിയസ് എനർജി. ഈ പേഴ്സൺ അവരും വിഷ് ചെയ്യുന്നുണ്ട് അത് ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകണം എന്ന്. അപ്പോൾ ഏസ് ഓഫ് വോൺസ് ഇവിടെ 8 ഓഫ് പെൻറ്റിക്കിൾസ്, 3 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ കൂടെ സ്റ്റാർ, ഇവിടെ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് ടെമ്പറൻസിൻ്റെ കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഫോർവേഡ് മൂവ്മെൻറ്റ് വേണം. നിങ്ങൾ റെഡിയാണ്. എന്താ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് വെച്ചാൽ ആ എഫേർട്ടൊക്കെ നിങ്ങൾ ഇടാൻ റെഡിയാണ്. ഈ പേഴ്സൻ്റെ എനർജിയിൽ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, ടെമ്പറൻസ് ഉണ്ട് വിത്ത് സ്റ്റാർ. അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ ബാലൻസ് വേണം എന്നുണ്ട്, ഫ്യൂച്ചർ വേണം എന്നുണ്ട്. ഓക്കെ, അതാണ് അവർ പ്രേ ചെയ്യണത്. അപ്പോൾ ഇവിടെ ഫ്യൂച്ചർ ആക്ഷൻ ലവേഴ്സാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു ചോയ്സ് ഉണ്ട്. ഈതർ ഈ പേഴ്സൻ്റെ കൂടെ ഒരു ഫ്യൂച്ചർ ഓർ എൽസ് വേറെ ഒരു പുതിയ പേഴ്സൻ്റെ കൂടെ ഒരു ഫ്യൂച്ചർ. പക്ഷെ നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ ഒരു ഫ്യൂച്ചറാണ് വേണ്ടത്. ഈ പേഴ്സൻ്റെ ആക്ഷൻ ഹൈറോഫാണ്ട്. ഇവരൊരു ഫോർമൽ പ്രപ്പോസൽ കൊണ്ടുവരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ഡയറക്ഷനിൽ. ഒരു മാരേജ് പ്രപ്പോസൽ ആയിരിക്കാം. അപ്പോൾ ഈ ലവേഴ്സ് എന്താണ് ഇവിടെ? എംപ്രസ് ആൻഡ് ജസ്റ്റിസ്. അപ്പം നിങ്ങൾക്കും സെയിം ആക്ഷൻസ് ആണ് നിങ്ങളുടെ സൈഡിലും. മാരേജ്, ഫ്യൂച്ചർ, അതൊക്കെയാണ് നിങ്ങൾ രണ്ടാളുടെയും സൈഡിൽ ഞാൻ കോമൺ ആയി കാണുന്നത്. ഓക്കെ, പക്ഷേ ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ആക്ഷൻ എടുക്കുന്നത് കുറച്ച് സ്ലോ ആണ് അവർ. അപ്പോൾ ഔട്ട്കം എന്തായിരിക്കും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം? പേജ് ഓഫ് സോർഡ്സ് ആണ് ഔട്ട്കം. 10 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു പുതിയ ബിഗിനിങ് ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും റിലേഷൻഷിപ്പിൽ. നിങ്ങൾ മുമ്പ് തന്നെ ഒരു റിലേഷൻഷിപ്പിലാണെന്ന് വെച്ചാൽ ഇത് ഡെഫിനറ്റ്ലി ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിൽ കൺവേർട്ട് ആവാൻ പോകുന്നുണ്ട്. നിങ്ങൾ സെപ്പറേറ്റഡ് ആണെച്ചാലും ഇവിടെ ഒരു റീകൺസിലിയേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്താണ് മെസ്സേജ്? അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജ് ഉള്ളത്? I couldn't let you get close to me. I want to tell you how I feel. Sometimes I stay awake thinking about you and I regret lying to you. അപ്പോൾ ഇതാണ് അവരുടെ മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് ലീബ്ര, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, സ്കോർപ്പിയോ ഉണ്ട്, അക്വേറിയസ് ഉണ്ട് ആൻഡ് സാജിറ്റേറിയസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സൈൻസ്. സോറി, എൻ്റെ കുറേ ചുമക്കുണ്ട്, ഐ എം സോറി അതിന് വേണ്ടിയിട്ട്. ബട്ട് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. നിങ്ങൾക്കൊരു പേഴ്സണലായി റീഡിങ് വേണം തന്നെ കോൺടാക്ട് ചെയ്യാൻ. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.